العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أما سمعتم قول الله عز وجل: ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. وقد قال النبي صلى الله عليه وسلم: اتق الله حيثما كنت اتق الله حيثما كنت وأتبع السيئة الحسنة تمحها وخالق الناس بخلق حسن. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء. الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. صدق الله العلي العظيم. اللهم اجعل القرآن ربيع قلوبنا ونور أبصارنا وجلاء حزننا وذهاب همنا وغمنا يا رب العالمين. اللهم ارحمنا بالقرآن واجعله نورا وهدى ورحمة لنا وذكرنا ما نسينا منه وعلمنا ما جهلنا منه وارزقنا تلاوته آناء الليل وأطراف النهار برحمتك يا أرحم الراحمين يا رب العالمين. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, നമ്മളെല്ലാവരുടെയും നമ്മൾക്ക് അറിയുന്നതും നമ്മൾക്ക് ഇനിയും അറിഞ്ഞിട്ടില്ലാത്തതുമായ അനവധി പ്രപഞ്ചങ്ങളുടെയും സകല സംവിധാനങ്ങളുടെയും
സൃഷ്ടാവും നിയന്താവും പരിപാലകനുമായ സർവോപരി അർഹമുർറാഹിമീനായ റബ്ബിന്റെ വിധിവിലക്കുകളെല്ലാം നിഷ്ഠാപൂർവം പ്രാർത്ഥനാപൂർവം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും പരമാവധി പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളതായ ജാഗ്രതയുള്ളതായ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ, അങ്ങനെയുള്ള സന്തുലിതത്വവും സൗന്ദര്യവുമുള്ള നല്ലൊരു ജീവിതം കൂട്ടായി നയിക്കാൻ ഞാനും നിങ്ങളും നമ്മുടെയൊക്കെ കുടുംബങ്ങളും ഒത്തൊരുമിച്ച് പതിവായി പ്രാർത്ഥനാപൂർവം പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സ്നേഹപൂർവം വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അർഹമുർറാഹിമീനായ റബ്ബ് നമ്മളെല്ലാവരെയും, നമ്മുടെ ഇണകളെയും, നമ്മുടെ എല്ലാ മക്കളെയും പേരക്കുട്ടികളെയും, നമ്മുടെ ഉടപ്പിറപ്പുകളായ എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും, അങ്ങനെ എല്ലാവരെയും അല്ലാഹു തആല അവന്റെ സാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും ഉൾപ്പെടുത്തി നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ഇരുലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നാട്ടിനെയും അലോസരപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീക്കി അല്ലാഹു തആല നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ നാട്ടിനും സമാധാനപൂർണമായ നല്ലൊരു ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ജന്തുശാസ്ത്രപരമായി സസ്തന ജീവിയാണ്. മാമൽസ് എന്നും പറയും. അഥവാ പ്രസവിക്കുകയും മുലയൂട്ടുകയൊക്കെ ചെയ്യുന്ന ജീവിയാണ് മനുഷ്യൻ. ഇതുപോലെ സസ്തന ജീവികൾ വേറെയുമുണ്ട്, നമുക്ക് പരിചയമുള്ളതും ഇല്ലാത്തതും. പശു, ആട് ഒക്കെ അതിൽപ്പെട്ട തന്നെയാണ്. പക്ഷെ അവരിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾക്കുള്ളത്, ഒരിക്കൽ കൂടി ഓർക്കാൻ വേണ്ടി പറയുകയാണ്, പുതിയതല്ല, മനുഷ്യർക്ക് മാത്രമേ കുടുംബം എന്നതുള്ളൂ. പശുവിന് അമ്മോശനോ അമ്മായി അമ്മയോ ഇല്ല, അമ്മാവനും ഇല്ല, അങ്ങനെ ആരുമില്ല. അതായ നാൾ മുതലേ, ഇന്നല്ല, എല്ലാ ജനവിഭാഗങ്ങളിലും ഇങ്ങനെയുള്ള ബന്ധങ്ങളും സ്വന്തങ്ങളൊക്കെ ഉണ്ട്. അത് മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. ഇസ്ലാമാകട്ടെ മനുഷ്യന്റെ പ്രകൃതിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഉത്തമ ദർശനമാണ്, മതമാണ്. പല ദർശനങ്ങളിലും പുണ്യം കൈവരിക്കണമെങ്കിൽ, പുണ്യത്തിന്റെ മാർഗത്തിൽ ഉയർന്നു പോകണമെങ്കിൽ ബ്രഹ്മചാരിയാവുകയും സന്യാസിയാവുകയൊക്കെ ചെയ്യണം. ഇസ്ലാമില് തിരിച്ചാണ്. ഒരാൾക്ക് സ്വർഗം പ്രാപിക്കണമെങ്കിൽ നല്ല കുടുംബജീവിതം നയിക്കണം. നിക്കാഹിൽ കേൾക്കുന്നില്ലേ, ഖതീബ് അവറുകൾ പറയുന്നുണ്ടല്ലോ, അന്നിക്കാഹു മിൻ സുന്നത്തി എന്നാ പറയുന്നത്. നബി പറഞ്ഞത് നിക്കാഹ്, വിവാഹം എന്നത് എന്റെ സുന്നത്താണ്, പ്രബലമായ സുന്നത്താണ്. അതുകൊണ്ടാണ് നമ്മളിതിൽ പ്രത്യേകിച്ച് ഉത്സാഹം നടത്തുന്നത്. ഒരു മിസ്വാക്കുകയും പോലത്തെ സുന്നത്തല്ല, അതും സുന്നത്താണ്. ഇത് വളരെ പ്രബലമാണ്. കുടുംബം എന്നത് മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. മനുഷ്യത്വത്തിന്റെ ഭാഗമായ എല്ലാതിനെയും ഇസ്ലാം ഗൗരവപൂർവ്വം പരിഗണിക്കുന്നുണ്ട്. കാരണം ഇസ്ലാം മനുഷ്യരുടെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന മതമാണ്. ആദി മതവും ഇസ്ലാം തന്നെയാണ്. ഒറ്റക്കൊരാളോടും അള്ള കൽപ്പന നടത്തിയിട്ടില്ല. ആദ്യത്തെ ഉത്തരവ്, ഒരുപക്ഷെ നിങ്ങൾ പലരും ഓതിയതും അറിഞ്ഞതും തന്നെയാണ്, ആദ്യത്തെ ഉത്തരവ് മനുഷ്യവംശത്തിന്റെ ആദി ദ്വിവചന ക്രിയയിലാണ് അള്ള നടത്തിയത്. അറബിയിലുള്ളതാണ് ഏകവചനം, പിന്നെ ദ്വിവചനം, പിന്നെ ബഹുവചനം. വഹിദാൻ, തെസ്നിയ, ജംഅ്. മറ്റു ഭാഷകളിൽ അധികവും ഏകവചനവും ബഹുവചനമാണ്. അറബിയിൽ ദ്വിവചനമുണ്ട്. ആദ്യത്തെ ഉത്തരവ് ദ്വിവചന ക്രിയയിലാണ്. യാ ആദം ഉസ്കുൻ അന്ത വസൗജുക്കൽ ജന്ന.
വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ. അതിൽ ദ്വിവചന ക്രിയയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അന്നു മുതൽ മനുഷ്യനെ അല്ലാഹു തആല കുടുംബമായിട്ടാണ്. അപ്പൊ അത് ചെറിയ വിഷയമല്ല. നിസ്കാരത്തിന്റെ റക്അത്ത് ഖുർആനിൽ ഇല്ല. എന്നാ ഖുർആൻ എത്തിച്ച് വിശദീകരിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമത്തിൽ അത് കൃത്യമായി ഉണ്ട്. അത് നമ്മ പരിശീലിപ്പിച്ചിട്ടുണ്ട്. തലമുറ കൈമാറി അത് ഇന്നും അങ്ങനെ തുടരുന്നുണ്ട്. അതിൽ തർക്കമില്ല, തർക്കിക്കേണ്ടതുമില്ല. സക്കാത്തിന്റെ ശതമാനവും ഖുർആനിലില്ല, പക്ഷെ നബിയുടെ സുന്നത്തിലുണ്ട്, അഥവാ നടപടിക്രമത്തിലുണ്ട്. എന്നാൽ കുടുംബവുമായി ബന്ധപ്പെട്ട സകല സംഗതികളും വളരെ വിശദമായി ഖുർആനിലുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് കുടുംബം എന്ന സംഗതിയുടെ സംവിധാനത്തിന്റെ വലിയ പ്രാധാന്യത്തെയാണ്. ഇത് നമ്മൾ അങ്ങനെ തന്നെ ഉൾക്കൊള്ളണം. ഏതെങ്കിലും സന്ദർഭവശാൽ പറയുന്ന ഒന്നായി തെറ്റിദ്ധരിക്കരുത്. എന്തിനേടെ പറയുന്നു? നമ്മുടെ നോമ്പ് വരുവാൻ പോവാണ് ഇൻഷാ അല്ലാഹ് 3 മാസം കൊണ്ട്. നോമ്പിന്റെ ആയത്ത് സൂറത്തുൽ ബഖറയിൽ സൂചന തന്ന് മതിയാക്കാം. എന്താ പറഞ്ഞത്? കുതിബ അലൈക്കും സിയാം എന്ന് പറഞ്ഞിട്ട് പിന്നെന്ത് പറഞ്ഞു? നോമ്പിന്റെ ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലക്കും തത്തഖൂൻ, അതുവഴി നിങ്ങൾ തഖ്വയുള്ളവരാവണം. പിന്നെ ഖുർആനെ പറ്റി സിക്ർ ദുആ ഒക്കെ പറഞ്ഞ് തൊട്ടുടനെ പറയുന്നത് എന്താണ്? ഉഹില്ല ലക്കും ലൈലത്ത സിയാമിർ റഫസു ഇലാ നിസായിക്കും, നോമ്പിന്റെ രാവുകളിൽ നിങ്ങൾക്ക് ദാമ്പത്യം അനുവദിച്ചിരിക്കുന്നു, കിടപ്പറ അനുവദിച്ചിരിക്കുന്നു, സ്ത്രീ സംസർഗം അനുവദിച്ചിരിക്കുന്നു. ഒരു നിഷ്കളങ്കനിക്ക് ചിലപ്പോൾ തോന്നും നോമ്പ്, തഖ്വ, ഖുർആന്, സിക്ർ, ദുആ ഇതൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ എന്തിനാളി ഈ ചേപ്പറ തിരക്കിട്ട് പറഞ്ഞത് എന്ന് ശുദ്ധാത്മാക്കൾ തെറ്റിദ്ധരിച്ചേക്കാം. അത് ശരിയല്ല. എന്നിട്ട് നബി ഖുർആൻ പറഞ്ഞു, വിശദമായി പറഞ്ഞു. നിങ്ങൾ ആ ഭാഗം എടുത്തു നോക്കണം, ഒരു ഖുത്ബയിൽ ഒതുങ്ങൂല. വഹില്ല ലക്കും ലൈലത്ത സിയാമിർ റഫസു ഇലാ നിസായിക്കും ഹുന്ന ലിബാസുൽ ലക്കും വഅന്തും ലിബാസുൽ ലഹുന്ന, അവർ നിങ്ങൾക്കും നിങ്ങൾ അവർക്കും അലങ്കാരമാണ്, വസ്ത്രമാണ്, ആവരണമാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വലാ തുബാശിറൂഹുന്ന വഅന്തും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളിയിൽ ഇഅ്തികാഫിലാണെങ്കിൽ അവരെ സമീപിക്കരുത്, വിട്ടുനിൽക്കണം. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെയാണ് മർമ്മം. കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസ് ലഅല്ലഹും യത്തഖൂൻ. നേരത്തെ നോമ്പിന്റെ ആയത്ത് അവസാനിച്ചത് എങ്ങനെയാ? ലഅല്ലക്കും തത്തഖൂൻ. ഇവിടെ നമ്മുടെ കുടുംബജീവിതം, ദാമ്പത്യം ബന്ധപ്പെട്ട് പറയുമ്പോൾ ഉപസംഹരിക്കുന്നത് കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസ് ലഅല്ലഹും യത്തഖൂൻ. പ്രകാരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തരുന്നത് അവർ തഖ്വയുള്ളവരാവണം. അപ്പൊ നോമ്പ് കൊണ്ട് കിട്ടുന്നത് തന്നെ, നോമ്പ് കൊണ്ട് കിട്ടുന്നത് എത്ര വിലപ്പെട്ട തഖ്വയാണോ അത് തന്നെ നമ്മുടെ കുടുംബജീവിതം കൊണ്ട്, കടപ്പറ കൊണ്ട്, ദാമ്പത്യം കൊണ്ട് കിട്ടണം. ഇതിങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണം. പഠിപ്പിച്ചാലും പോരാ, പരിശീലിപ്പിക്കണം. നോമ്പിനെ പറ്റി നബി പറഞ്ഞത് അസ്സൗമു ജുന്ന, നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പരിചയാണ്. പലവിധ അക്രമങ്ങളെയും തടുത്തു നിർത്താനുള്ള പരിച, ഇംഗ്ലീഷിൽ ഷീൽഡ് എന്ന് പറയും. അത് തന്നെ കുടുംബജീവിതവും. ഒരുപാട് ദൂഷ്യങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും തൊന്തരവുകളിൽ നിന്നും ഒക്കെ നമ്മ അകറ്റി രക്ഷപ്പെടുത്തുന്നത് കുടുംബം എന്ന സംവിധാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുക, എനിക്ക് കുടുംബ ബോധമുണ്ടോ, കുടുംബ സ്നേഹമുണ്ടോ എന്നല്ലേ ചോദിക്കുക. വിവാഹത്തിനും മറ്റൊക്കെ ആലോചിക്കുമ്പോൾ ചോദിക്കും, എനിക്ക് കുടുംബബോധമുണ്ടോ, കുടുംബ സ്നേഹമുണ്ടോ. അപ്പോ നോമ്പ് കൊണ്ട് പരിചയമാണെങ്കിൽ ദാമ്പത്യവും ഒരു പരിചയമാണ്. എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലവനിക്കും വിവാഹം കഴിക്കാൻ ആവതില്ലെങ്കിൽ നോമ്പെടുക്കണമെന്നാ. അപ്പൊ നോമ്പും സൗമും തമ്മിലുള്ള ബന്ധമാണ്, ദാമ്പത്യവും നോമ്പും തമ്മിലുള്ള ബന്ധം. ശരി, അപ്പൊ അങ്ങനെയുള്ള കുടുംബജീവിതം
എന്ന് പറയുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ ഒരു സമൂഹം എന്ന നിലക്ക് 3 തലങ്ങളിലാണ് ഉള്ളത്. ഒന്ന് വ്യക്തി, പിന്നെ 2 വ്യക്തികൾ ചേരുമ്പോഴുള്ള കുടുംബം, പിന്നെ സമൂഹം. കുടുംബങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന സമൂഹം. അപ്പൊ മധ്യസ്ഥാനത്തുള്ളത് കുടുംബമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ പ്രാധാന്യം അങ്ങനെയും ഗ്രഹിക്കാം. നടുവിലുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം കുടുംബമാണ് വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്. കുടുംബാന്തരീക്ഷമാണ് ഒരു വ്യക്തിയുടെ സ്വഭാവങ്ങളും ശീലങ്ങളും നിലവാരവും രൂപപ്പെടുത്തുന്നത്. അഥവാ വ്യക്തിയെ ചുട്ടെടുക്കുന്ന, തയ്യാറാക്കുന്ന ഒരു ബേക്കറി അല്ലെങ്കിൽ അപ്പക്കൂടാണ് വീട്. മറുവശത്ത് സമൂഹത്തിന് രൂപം കൊടുക്കുന്നത് കുടുംബങ്ങളാണ്. അപ്പൊ അപ്പുറവും ഇപ്പുറവും വ്യക്തിതലത്തിലും സാമൂഹ്യ തലത്തിലും വലിയ സ്വാധീനം കുടുംബം എന്ന സംവിധാനത്തിൽ എപ്പോഴുമുണ്ട്, എവിടെയുമുണ്ട്. അപ്പൊ അത് നമ്മൾ ഗൗരവത്തിൽ ഉൾക്കൊള്ളണം. കുടുംബം എന്ന ഘടനയെ വെറുക്കുന്നവരുണ്ട് പല കാരണങ്ങളാൽ. ഏതോ രീതിയിൽ വെറുക്കുകയോ നിർവീര്യമാക്കുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ട്. ഇപ്പോ സ്വകാര്യ സ്വത്ത് പാടില്ല. സ്വകാര്യ സ്വത്തുകൾ ഉണ്ടായാൽ എന്താണ്? അത് പിന്നെ ആളുകൾ സമ്പാദിക്കും, സമ്പത്ത് കുന്നുകൂടും. അതുകൊണ്ട് സ്വകാര്യ സമ്പത്ത് അല്ലെങ്കിൽ സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കാൻ കുടുംബം എന്ന സംവിധാനം ഇല്ലാതാകലാണ് നല്ലത് എന്ന് ചിന്തിച്ചവരുണ്ട്. ഇപ്പോൾ ആ ചിന്ത ഒരു പരസ്യമായി പറയില്ല, കാരണം അതൊരു നടക്കാത്ത കാര്യമാണെന്ന് അവർക്ക് എങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നാലും ദർശനത്തിൽ ഇപ്പോൾ ഉണ്ട്. ആ ദർശനത്തിൽ തക്കം കിട്ടിയാൽ കുടുംബത്തെ അവർ പഞ്ചറാക്കും. ഇപ്പോഴൊന്നല്ല, എവിടെയും എപ്പോഴും. കാരണം ഇഷ്ടമുള്ളവരോടൊപ്പം ഇഷ്ടമുള്ളത്ര കാലം എന്നുവരെ പറഞ്ഞ കാലമുണ്ട്. അത്ര പഴയതൊന്നുമല്ല. അതൊരു വശത്ത് അവർ അങ്ങനെ ശ്രമിക്കുന്നു. അവരെങ്ങനെ ശ്രമിക്കുന്നു? കഥയിലൂടെ, സിനിമകളിലൂടെ, അങ്ങനെ പല രീതിയിലും കുടുംബം എന്നതിനെ പഞ്ചറാക്കാൻ സമർത്ഥമായി പല വഴിക്ക് ശ്രമിക്കുന്നു. ഇപ്പുറത്ത് വേറൊരു കൂട്ടരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പൈസ സമ്പാദിക്കാൻ അവരെ ക്ഷേത്രം കമ്പോളമാണ്, മാർക്കറ്റാണ്. അവരെ വിശുദ്ധമായ സ്ഥലം മാർക്കറ്റാണ്. പൈസയാണ് അവരുടെ ദേവൻ. അഥവാ നമ്മളിപ്പോ മുതലാളിത്തം എന്നൊക്കെ പറയുന്നത് അതാണ്. ഇപ്പൊ കുടുംബത്തിന് നമുക്ക് ഒരുപാട് സേവനങ്ങൾ കിട്ടുന്നത്, വിലപ്പെട്ട സേവനങ്ങൾ. ഇതൊക്കെ കുടുംബത്തിൽ കിട്ടാതായാൽ നമ്മൾ മാർക്കറ്റിലേക്ക് പോകേണ്ടി വരും. എന്റെ ഭാര്യ എന്റെ വസ്ത്രം വാഷ് ചെയ്യൂല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അങ്ങനെ വാഷ് ചെയ്യാനുള്ള ബാധ്യത നോക്കില്ല. നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്, ചെയ്യേണ്ടതുമാണ്. പക്ഷെ അതൊരു നിയമമല്ല. കയ്യിലാന്ന് പറഞ്ഞാൽ ഞാൻ ലോണ്ടറി അന്വേഷിച്ച് പോണം. അപ്പൊ എന്തായി? ലോണ്ടറിക്ക് സാധ്യത വർദ്ധിക്കും മാർക്കറ്റിൽ. ഞാനും തുടങ്ങും നല്ലൊരു ലോണ്ടറി, നിങ്ങളും തുടങ്ങും. പൈസ ഉണ്ടാക്കാനുള്ള വഴിയല്ല എല്ലാവരും നോക്കുന്നത്. ഇനി ഭക്ഷണം വെച്ച് വിളമ്പി തരാൻ കഴിയില്ല എന്ന് മൂപ്പത്തി പറഞ്ഞാൽ രക്ഷയില്ല. ഫാസ്റ്റ് ഫുഡും റെസ്റ്റോറന്റും തന്നെ. അപ്പൊ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ്, റെസ്റ്റോറന്റ്, ലോണ്ടറി, ബേബി സിറ്റിംഗ് ഉൾപ്പെടെ പലതിനും സാധ്യത വരും കുടുംബം എന്നത് ദുർബലമായാൽ. അപ്പൊ ഇപ്പുറത്തും അപ്പുറത്തും ഉള്ളവരൊക്കെ, അത് ഇടതാവട്ടെ വലുതാവട്ടെ, അന്തിമ വിശകലനത്തിൽ കുടുംബം എന്ന മനുഷ്യവംശത്തോളം പഴക്കമുള്ള പാവന സംവിധാനത്തെ തകർക്കുകയാണ്. അപ്പൊ നമ്മള് പലപ്പോഴും പരാതിപ്പെടാറുണ്ട്, അനിസ്ലാമിക ചുറ്റുപാട്, ഇസ്ലാം വിരുദ്ധ ജീവിതശൈലികൾ, ഇസ്ലാം വിരുദ്ധമായ ഭരണക്രമം. ശരിയാണ്, അതൊക്കെ മാറി ഇസ്ലാമികമായാൽ നല്ലതാണ്. ഞാനും നിങ്ങളും ആത്മപരിശോധന നടത്തേണ്ടുന്നൊരു വിഷയം, നമുക്ക് എനിക്കും നിങ്ങൾക്കും, രണ്ടു കൂട്ടർക്കും നല്ല അളവിൽ പരമാധികാരവും സ്വാധീനവുമുള്ള മേഖലയിൽ നമ്മൾ ഇസ്ലാം നടപ്പാക്കിയോ? ചിന്തകന്മാർ പറഞ്ഞിട്ടുണ്ട്, നീ വ്യക്തി ജീവിതത്തിൽ ഇസ്ലാമീകരണം സാധിക്കൂ, തുടർന്ന്
കുടുംബജീവിതത്തിലേക്കും നീ നടപ്പാക്കൂ. എങ്കിൽ നീ ജീവിക്കുന്ന പ്രദേശത്ത് ക്രമേണ ഇസ്ലാമിക സംസ്കൃതി പുലരാൻ ഇടയുണ്ട്. ഈ രണ്ട് മേഖലയിൽ നമുക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും. എന്റെ വ്യക്തി ജീവിതം ഇസ്ലാമീകരിക്കാൻ, എന്റെ കുടുംബജീവിതം ഇസ്ലാമീകരിക്കാൻ നല്ല അളവിൽ കഴിയും. അല്ലറ ചില്ലറ പരിമിതി ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ, തരണം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ മേഖലയിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ? നമ്മൾ വേഗം സാമൂഹ്യതലം ആണ് പറയുന്നത് നമ്മളെല്ലാ വർത്തമാനങ്ങളിലും. അതിൽ ശരിയുടെ അംശമുണ്ട്. പക്ഷെ അതിന്റെ മുമ്പേ സംഗതി താഴേന്നാണ് തുടങ്ങേണ്ടത്. വ്യക്തി, കുടുംബങ്ങൾ അങ്ങനെ ആകുമ്പോൾ കുറെയൊക്കെ സമൂഹത്തിലും അതിന്റെ സൽഫലങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടി പണിയും എടുക്കണം, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി. അപ്പൊ നമ്മളുടെ അധീനതയിലുള്ള വ്യക്തിതലം, കുടുംബതലം, ഇത് രണ്ടും ഇസ്ലാമീകരിക്കാൻ നമ്മൾ കുടുംബത്തെ ശ്രദ്ധിക്കണം. കുടുംബമാണല്ലോ വ്യക്തിക്ക് രൂപം കൊടുക്കുന്നത്. കുടുംബാന്തരീക്ഷമാണ് വ്യക്തിക്ക് രൂപം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കുടുംബത്തിൽ പിറന്നവനാന്നൊക്കെ ചോദിക്കുന്നത്, അല്ലാണ്ട് വേറെ എന്താ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിഷയത്തിൽ വ്യക്തി ജീവിതത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും ഇസ്ലാമീകരണത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കാവുന്നത്, നമുക്ക് ശീലമാക്കാവുന്നത് നമ്മൾ അവഗണിക്കുന്നു. എന്നിട്ട് പണിയറിയാത്ത ആശാരി ഉളിയെ കുറ്റം പറയുന്ന പറഞ്ഞ പോലെ, ബാഡ് കാർപ്പന്റർ ബ്ലെയിംസ് ദ ടൂൾ എന്ന് പറഞ്ഞ പോലെ സകലം സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നു. എന്റെ ഗാർഹിക അന്തരീക്ഷം ഇസ്ലാമികമാകുന്നതിൽ ഇവിടെ ആരാ എതിർക്കുക? ഞങ്ങൾ 10 മണിക്ക് മുമ്പേ ഉറങ്ങും, അതിൽ നിഷ്ഠ പുലർത്തും. സുബഹിക്ക് എണീക്കണമെങ്കിലോ അല്ലെ തേജി നിസ്കരിക്കണമെങ്കിലോ അങ്ങനെയല്ലേ വേണ്ട. അത് ഞാൻ ശീലമാക്കുന്നു, എന്റെ കുടുംബവും സാധിക്കുന്നത്ര ശീലമാക്കുന്നതിന് ഇവിടെ ഏതെങ്കിലും ആളുകൾ വന്നിട്ട് ഇതിന് വിലങ്ങ് നിൽക്കുവോ? അല്ല, 12 മണി വരെ ഞങ്ങൾ വിളക്ക് കത്തുന്ന കാണണമെന്ന് പറയോ? ഞങ്ങൾ അതിരാവിലെ ഉണരുന്നു, പ്രഭാത പ്രാർത്ഥന നിർവഹിക്കുന്നു, പറ്റുമെങ്കിൽ വ്യായാമം നടത്തുന്നു. അതിനാരാതെടുക്കാൻ പോകുന്നത്? അതിന് പ്രതിബന്ധം സൃഷ്ടിക്കുന്നവൻ ഒറ്റപ്പെടും. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വയം ക്രമീകരിക്കാൻ കഴിയും. അതിന് ഖുർആന്റെ വെളിച്ചത്തിൽ തന്നെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ കുടുംബ നിയമങ്ങൾ തികച്ചും വിസ്തരിച്ച് പറഞ്ഞിരിക്കുകയാണ്. കിടപ്പറ പറഞ്ഞിരിക്കുന്നു, ആർത്തവം പറഞ്ഞിരിക്കുന്നു. ഈലപ്പുറം എന്താ പറയണ്ട്? ചിലപ്പം അന്യർ അശ്ലീലം എന്ന് പറഞ്ഞേക്കാവുന്നത് വരെ ഖുർആൻ വിസ്തരിച്ച് പറഞ്ഞത് കുടുംബം എന്നതിന്റെ ആവശ്യകത അല്ല, അത്യാവശ്യകത നമ്മെ തെര്യപ്പെടുത്തണം. അതുകൊണ്ട് ഇതൊരു സീസണൽ വർത്തമാനമായി ഗണിക്കാതെ അടിക്കടി ഇത് അനുസ്മരിക്കേണ്ടതാണ്. നമ്മൾ നിക്കാഹിന്റെ ഖുതുബയിലൊക്കെ ചിലപ്പൊക്കെ വരുന്നുണ്ടാവും. ഒരു ദുനിയാവിലെ ആരും കേൾക്കാത്തൊരു സംഗതിയാണ് ഈ ഖുതുബ, നിക്കാഹിന്റെ ഖുതുബ. ഞാനൊക്കെ വളരെ പ്രയാസത്തോടു കൂടി അതിന് പോകാറുള്ളൂ. പരമാവധി കളവ് പറഞ്ഞിട്ടെങ്കിലും ഒഴിവാകാൻ നോക്കുക. കാരണം എന്താ? അള്ളാന്റെ കലാമും നബിയുടെ വചനങ്ങളും പുച്ഛത്തോടെ കാണുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ ഞാൻ നിമിത്തമാവരുതല്ലോ. നിക്കാഹിന് ഖുതുബയൊക്കെ വെച്ച് ഈ വക കാര്യങ്ങൾ പറയാനും പഠിപ്പിക്കാനാണ്. പക്ഷെ അതിന് സഹനശേഷിയില്ല. അപ്പൊ അള്ളാഹു നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഇസ്ലാമീകരിക്കാനുള്ള ഉദവി നൽകി, ഉൾക്കാഴ്ചയും ഉൾക്കരുത്തും നൽകി നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഖുല്ലാഹൽ അലീം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സ്വാംശീകരിച്ചുകൊണ്ട് വ്യക്തിജീവിതവും കുടുംബജീവിതവും ഇസ്ലാമീകരിച്ചുകൊണ്ട് തികഞ്ഞ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ
അങ്ങനെ ഒരു ജീവിതം കൂട്ടായി നയിക്കാൻ ഞാനും നിങ്ങളും കൂടുതൽ കൂടുതൽ ഉത്സാഹിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹബുദ്ധിയ ഉണർത്തുകയാണ്. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മില്ലത്തുണ്ടല്ലോ, നാഗരികത, സൊസൈറ്റി, അതിന് ഖുർആൻ കൊടുത്ത പേര് മില്ലത്ത് അബീക്കും ഇബ്രാഹിം ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ. നമ്മുടെ മില്ലത്ത്, നമ്മുടെ നാഗരിക മേൽവിലാസം, അത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ നാമധേയത്തിലാണ്. ഇബ്രാഹിം, അതിന്റെ പേരിലാണ് നമ്മളിൽ ജൂതന്മാരും നമ്മളും ഒക്കെ തന്നെ ഈ ചേലാകർമ്മമൊക്കെ ചെയ്യുന്നത്. ഒക്കെ ഇബ്രാഹിമി മില്ലത്തിന്റെ സമ്പ്രദായങ്ങളിലും സംസ്കാരത്തിലും പെട്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് നമ്മുടെയൊക്കെ തലസ്ഥാനം എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന കഅബാലയത്തിന്റെ പുനരുദ്ധാരകൻ അല്ലെങ്കിൽ സ്ഥാപകൻ. നമ്മൾ പലതവണ ആ മഹാപുരുഷന്റെ പേര് സലാത്ത് ചെല്ലുമ്പോൾ പറയുന്നുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം. അപ്പോ ഹജ്ജ് ഉംറയൊക്കെ വ്യാപകമാണ്, നല്ലത് തന്നെ. ഉംറക്കെങ്കിലും എല്ലാവരും പോകുന്നുണ്ട്. എന്താണ് ഹജ്ജിലും ഉംറയിലുള്ളത്? ഒരു കുടുംബത്തിന്റെ, ഒരു മാതൃകാ കുടുംബത്തിന്റെ ഘടന, അതാണ് ഹജ്ജിലും ഉംറയിലൊക്കെ ഉള്ളടങ്ങിയിട്ടുള്ളത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം, പുത്രന്റെ മാതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സഹധർമ്മിണി ഹാജറ റളിയല്ലാഹു അൻഹ. ഇത് മൂന്നും ഒപ്പത്തിനൊപ്പം പരസ്പര പൂരകമായി വന്നപ്പോഴാണ് അവിടെ ലോകത്തെങ്ങുമുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് പ്രചോദനം നൽകുന്ന ഒരു മഹാചരിത്രം രൂപപ്പെടുന്നത്. വേറൊരു ചരിത്രം അവിടെയില്ല, വേറൊരു വിഷു അവിടെയില്ല. ബാപ്പ, ഉമ്മ, മക്കൾ, മൂന്നിന്റെ പ്രതീകങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിതാവിന്റെ പ്രതീകമാണ്. ഹാജറ റളിയല്ലാഹു അൻഹ കുടുംബിനിയുടെ ഭാര്യയുടെ പ്രതീകമാണ്. ഇസ്മായിൽ അലൈഹിസ്സലാം സന്തതികളുടെ പ്രതീകമാണ്. ഇത് മൂന്നും പരസ്പര പൂരകമായി പരസ്പര സഹായകമായി വർത്തിക്കുമ്പോഴാണ് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന, പ്രചോദനമേകുന്ന, പരലോകത്തടക്കം രക്ഷ കിട്ടുന്ന സംഗതികൾ രൂപപ്പെടുന്നത്. അപ്പൊ ഞാനും നിങ്ങളും പരിശോധിക്കണം. എന്ത്, ഞാൻ ആവുമ്പടി ഇബ്രാഹിം ആവുന്നുണ്ടോ? പോരായ്മ ഉണ്ടാവാം, നാൾക്ക് നാൾ നമുക്ക് നമ്മെ ബെറ്റർ ചെയ്യാം, നന്നാക്കിയെടുക്കാം. എന്റെ സഹധർമ്മിണി, എന്റെ കുട്ടികളുടെ ഉമ്മ ഹാജറ ബീവിയുടെ ആ താവഴിയിലാണോ, ആ പാരമ്പര്യത്തിലാണോ? എന്റെ മക്കൾ ഇസ്മായിലി സ്വഭാവത്തിലാണോ? ഇത് നമ്മൾ പരിശോധിക്കണം. പരിശോധിച്ചിട്ട് നമ്മളാരും കുടുംബത്തിൽ ലഹളയൊന്നും ഉണ്ടാക്കരുത്. അത് ഞാൻ പറ്റുമെങ്കിൽ അടുത്ത ആഴ്ചയും കൂടി എനിക്കൂടെ അവസരമുണ്ട്, അപ്പൊ പറയാം. അപ്പൊ ഇത് നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം. നമ്മളെ മില്ലത്ത് ഇബ്രാഹിമി മില്ലത്താണ്. നമുക്ക് മാതൃക ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഞാൻ എന്റെ പ്രപിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ പ്രത്യുത്തരമാണ്. അന ദഅവത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസ അലൈഹിസ്സലാം നടത്തിയ സന്തോഷ വാർത്തയുടെ പുലർച്ചയുമാണ് എന്ന് നബിയെ പറ്റി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മള് ഇബ്രാഹിം നബിയിലെ പല മാതൃകകളും പറയാനുണ്ട്. ഒരൊറ്റ മാതൃക തൽക്കാലം ശ്രദ്ധയിൽപ്പെടുത്താം. അതിതാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എവിടെയൊക്കെ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ സന്തതികളെ കൂട്ടിപ്പിടിച്ച്, ഞാനിങ്ങനെ സ്വർഗത്തിൽ പോകുന്ന വേണ്ടിയുള്ള സ്വഭയ്ക്ക് നമ്മളൊരു പോക്കുണ്ടല്ലോ, ഉറങ്ങുന്ന മക്കളൊന്നും ദൃഷ്ടി പിടിക്കാണ്ട് ടൗലെടുത്ത് ഞാനങ്ങ് പോയത്, എനിക്ക് തിരക്കുണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ എന്നൊരു ഭാവത്തിൽ പോകും. അതല്ല ഇബ്രാഹിം നബിയുടെ മാതൃക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്താനങ്ങളെ കൂട്ടിപ്പിടിച്ചിരിക്കുന്നു. ഒരുപടി പ്രാർത്ഥനകൾ ബഖറയിൽ തന്നെ, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, ഞങ്ങളുടെ സന്തതികളിൽ നിന്നും നീ മുസ്ലിം ഉമ്മത്തിനുണ്ടാക്കണം. ഞങ്ങൾ ബഹുവചനത്തിലാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയ്യതി, എന്നെ നീ നമസ്കാരം സംസ്ഥാപിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണം. അത് മറ്റൊരു വിഷയമാണ്, എങ്ങനെയാ സംസ്ഥാപിക്കുക എന്നുള്ളത്. ഏതായാലും
റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്, നമസ്കാരം കൃത്യമായി പതിവായി സംസ്ഥാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുത്തണം. എന്നെ മാത്രമാണോ? ഉമിൻ ദുർരിയത്തി, എന്റെ സന്തതി പരമ്പരകളെയും. അപ്പൊ ഇങ്ങനെ മക്കളെ കൂട്ടിപ്പിടിക്കുന്ന ഒരു പിതാവിനെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ കാണുന്നത്. എനിക്ക് ശേഷം എന്റെ മക്കൾ എന്റെ ഈ നല്ല നടപടിക്രമങ്ങൾ തുടരണം എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ചിന്തിച്ചിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? മാതാപിതാക്കളോട് ഗുണം ചെയ്യൽ എങ്ങനെയാണ്? ചിലപ്പോൾ നമ്മൾ ഉമ്മയുപ്പയിലും മരിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഗൗരവം തിരിയുക. ഉമ്മാനെ വേണ്ട പോലെ പരിഗണിച്ചിട്ടില്ല, ഉപ്പാനെ പരിഗണിച്ചിട്ടില്ല, തെറ്റ് തന്നെയാണ്. ഇനി എന്തുണ്ട് പരിഹാരം? നബിയോട് ചിലർ വന്ന് ചോദിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താന്ന് വെച്ചാൽ, പിതാവ് അല്ലെങ്കിൽ മാതാവ് മുൻഗണന നൽകിയ പ്രത്യേകം പരിഗണിച്ച എല്ലാ നല്ല കാര്യങ്ങളെയും ഏറ്റെടുക്കുക. ഉപ്പാന്റെ സുഹൃത്തുക്കളെ സവിശേഷം പരിഗണിക്കുക. പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക അല്ലത് നമ്മളെ വകയുള്ളൊരു ഓശാരായിട്ടൊന്നും കരുതണ്ട. ഖുർആൻ കൽപ്പിച്ചതാണ്. നീ പറയണം, കൽപ്പനക്രിയാണ് ഭാഷാപരമായിട്ട്. പറഞ്ഞു വരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ ഖുർആന്റെ വെളിച്ചത്തിൽ നമ്മൾ കാണുന്ന ഈ കാര്യങ്ങൾ നമ്മൾ കഴിവതും ഉൾക്കൊള്ളണം. മക്കളെ കൂട്ടിപ്പിടിക്കണം. മക്കളെ കൂട്ടിപ്പിടിക്കേണ്ടത് എങ്ങനെ? അത് ഇൻഷാ അല്ലാഹ് സൗകര്യമുണ്ടെങ്കിൽ മറ്റൊരിക്കൽ പറയും. അല്ലാഹു തആല നമ്മയും നമ്മുടെ ഇണകളെയും നമ്മുടെ എല്ലാ മക്കളെയും പേരക്കുട്ടികളെയും നമ്മുടെ ഉടപ്പിറപ്പുകളായ എല്ലാ അനുജന്മാരെയും പെങ്ങന്മാരെയും അതുപോലെ തന്നെ നമ്മുടെ പെൺമക്കളെ കല്യാണം കഴിച്ച നമ്മുടെ പുതിയാപ്പിളമാരെയും എല്ലാവരെയും അല്ലാഹു തആല സാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പിയാപ്പിളമാർക്ക് വേണ്ടിയും ദ്വാരക്കുന്നത്. ഞാൻ പറഞ്ഞു, കണ്ണൂർ ജില്ലയിൽ ഒരു പുര നന്നാണെങ്കിൽ അവിടെ പിയാപ്പിള നന്നാവണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അത് പരിഗണിക്കേണ്ട വിഷയം എന്തിനാണ്? എന്റെ മകളെ കെട്ടുന്നതും ദീനുള്ളവനാവണം, സദ്വൃത്തനാവണം. എന്റെ മകൻ കെട്ടുന്നവരും അങ്ങനെ ആവണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചും പരസ്പരം സഹകരിച്ചും നല്ലൊരു കുടുംബ സംവിധാനത്തിന് വേണ്ടി പരിശ്രമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കുടുംബം എന്നത് അടിക്കടി ഇടയ്ക്കിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ആവർത്തന വിരസത ഞാൻ ഭയപ്പെടുന്നേ ഇല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ആവർത്തനങ്ങളുടെ ഒരു ചാക്രിക പ്രക്രിയയാണ്. പിന്നെന്താ ചെയ്യേണ്ടത്? അത് വിരസമാകാതിരിക്കാൻ നമ്മൾ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ഒന്ന് മനസ്സ് വെക്കുക. മടുപ്പും മുഷിപ്പും പറഞ്ഞു പരത്താതിരിക്കുക. ഇത് പഴഞ്ചൻ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പഴഞ്ചാക്കല്. പഴഞ്ചൻ തന്നെയല്ലേ അല്ലോ. നമ്മൾ കഴിക്കുന്ന ഊണായാലും ഞാൻ പോയാൽ കാണുന്ന എന്റെ ഭാര്യയായാലും ഒക്കെ പഴഞ്ചനാണ്. പഴയതെല്ലാം മോശം, പഴഞ്ചൻ, ആ ജാതി ഒരു തെറ്റായ മോശമായ സംസാരങ്ങൾ പറഞ്ഞ് വളരെ വിലപ്പെട്ട സംഗതികളെ നിസ്സാരവൽക്കരിക്കരുത് എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.